നീയെ കൂടുതൽ ആലോചിച്ച് തല വട്ടാക്കണ്ട. നമ്മൾ ഫസ്റ്റ് ടൈമാണ് മീറ്റ് ചെയ്യുന്നത്. ഇനി സമയമുണ്ടല്ലോ, കൂടുതൽ പരിചയപ്പെടാലോ. ദേവ് അവൻ്റെ നെഞ്ചിൽ കൈവച്ച് നച്ചുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. ആ എന്തേലാവട്ടെ, ഉവ്വ് പെടാലോ. അതിനു മുന്നേ എൻ്റെ നച്ചുവിനെ ജീവനോടെ വെച്ചേക്കണേ പൊന്നളിയ. പിന്നെ ഇതിനുള്ള ട്രീറ്റ് കിട്ടാതെ എന്നെ ഒതുക്കാൻ നോക്കണ്ട രണ്ടും, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതൊക്കെ തരാൻ കൊച്ചേ, നീ ചതിക്കല്ലേ. ആ ഇനി ഇവിടെ അധികം നിന്നാൽ നിങ്ങളുടെ അച്ഛൻ ഇങ്ങ് കയറി വരും, എൻ്റെ കഴുത്തിന് പിടിച്ച് പുറത്തിടും. അതുകൊണ്ട് ചേച്ചിയും അനിയത്തിയും വാ. മൂന്നാളും സ്റ്റെപ്പിറങ്ങി താഴേക്ക് ചെല്ലുമ്പോൾ വീട്ടുകാരെല്ലാം ചർച്ചയിലാണ്. സ്റ്റെപ്പിറങ്ങി വന്ന നച്ചുവിൻ്റെ അടുക്കലേക്ക് നീങ്ങി നിന്നുകൊണ്ട് അവളോട് രഹസ്യമായി ചോദിച്ചു, ഇഷ്ടായോ നിനക്ക്? അതിനുത്തരമായി നെച്ചു അഭിനയിച്ച് തകർക്കുന്നത് കണ്ട കിച്ചു വിരൽ കടിച്ചുകൊണ്ട് ചിരിക്കുവാണ്. ഇവൾ ഇത്രയും നന്നായി അഭിനയിക്കുമെന്ന് ഞാൻ ഇപ്പോഴാ അറിയുന്നേ. ദേവിൻ്റെ പെർഫോമൻസ് ഒട്ടും മോശമല്ല കേട്ടോ. ആ അപ്പോൾ കുട്ടികൾക്ക് തമ്മിൽ ഇഷ്ടമായ സ്ഥിതിക്ക് ഞങ്ങൾ റിങ്ങായിട്ടാണ് വന്നത് കേട്ടോ. ഇത് ഞങ്ങൾ നേത്രയെ അണിയിക്കുന്നതിൽ എതിർപ്പില്ലല്ലോ സേതു? ദേവിൻ്റെ അച്ഛൻ വളരെ സൗമ്യമായി ചോദിച്ചു. ഏയ് എന്തെതിർപ്പ്, അങ്ങനെ തന്നെ ആവട്ടെ അല്ലേ അച്ഛ? സേതു അച്ഛനെ നോക്കി. അച്ഛനും അത് ഇരട്ടി സന്തോഷമായി. അച്ഛമ്മ നച്ചുവിനെ വിളിച്ചുകൊണ്ട് മനയിലെ ആമാടപ്പെട്ടി തുറന്ന് അതിൽ ഏറ്റവും വിലപിടിപ്പുള്ള മോതിരം അവളെ ഏൽപ്പിച്ചു. ദാ ഇത് നിന്റെ ചെക്കന് ചെന്ന് അണിയിച്ചു കൊടുക്കട്ടോ. അപ്പോഴും രക്തവർണം നിരച്ചു കയറിയ ആ കണ്ണുകളിൽ നിന്നും രക്തവർണത്തിൽ 2 തുള്ളി കണ്ണുനീർ പൊഴിഞ്ഞ് നിലത്തേക്ക് വീണു. ആ തറവാട് ചുട്ടരിക്കാൻ പാകത്തിന് തീഷ്ണതയോടെ. സന്തോഷിക്ക്, എല്ലാവരും സന്തോഷിക്ക്. അധിക നാളിങ്ങനെ സന്തോഷം നീണ്ടു നിൽക്കാൻ അനുവദിക്കില്ല ഈ ഗായത്രി, അവൾ അട്ടഹാസത്തോടെ പറഞ്ഞു. ദേവ് പുറത്തേക്ക് നീങ്ങി ആരെയോ ഫോൺ വിളിക്കുന്നത് കണ്ടാണ് കിച്ചു അവനരികിലേക്ക് ചെല്ലുന്നത്. ഓയ് ഹീറോ, കൺഗ്രാറ്റ്സ്. സമ്മതിച്ച് രണ്ടാളെയും. അപ്പോൾ ഒഫീഷ്യലി എൻ്റെ ഏട്ടനായി ഞാൻ അങ്ങ് എടുക്കുവാണ്. അവനെ നേരെ കൈനീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. താങ്ക് യു. പിന്നല്ലാതെ ഇനി ഞാനും ഉണ്ട് നിന്റെ തല്ലുകൊള്ളിത്തരത്തിനും കുറുമ്പിനും എന്നും കൂട്ടായിട്ട്. അതുപോരെ? ദേവ് അവളുടെ തലയിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. മതിയല്ലോ, ഇപ്പോൾ ഏട്ടൻ വാ, അകത്ത് സരസ്വതി ആൻറ്റി വിളിക്കുന്നുണ്ട്. ഇനി ഡയറക്റ്റ് മാരേജ് ഡേറ്റ് ഫിക്സ് ചെയ്യാനുള്ള ഒരുക്കത്തിലാ. എന്നാ വാ, നമുക്ക് എത്രയും നേരത്തെയുള്ള ഡേറ്റ് പറയാം. വാ 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 വാ. അവൻ കിച്ചുവിനെയും വലിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. എൻ്റെ ഭഗവാനെ, ആരുൻ്റെ ഏറ്റവും അടുത്താൾ ഈ ഞാനാണെന്ന് അറിയുമ്പോഴും ഈ സ്നേഹം എൻ്റെ ഈ പാവം അനിയത്തി കൊച്ചിനുണ്ടാവണേ, അവൻ ഉള്ളിൽ പറഞ്ഞു. സ്വഭാവം വെച്ച് എനിക്കൊരടിക്കുള്ള വകയുണ്ട്. ആ വരുന്നത് പോലെ വരട്ടല്ലേ. കിച്ചു ദേവിനൊപ്പം എല്ലാവർക്കും അരികിലേക്ക് ചെല്ലുമ്പോൾ ടേബിൾ നിറയെ പല വെറൈറ്റി ഓഫ് സ്വീറ്റ്സ് ആയിരുന്നു ഇവിടെ വാങ്ങിയതും അവർ വാങ്ങിക്കൊണ്ട് വന്നതും. പിന്നീട് അങ്ങോട്ട് ഇരുകുടുംബവും തമ്മിൽ കളിചിരികളും തമാശകളുമായിരുന്നു. കിച്ചു ആണെങ്കിൽ ഇപ്പോഴേ ദേവിനെ ഏട്ടനായി ദത്തെടുത്ത പോലെയാണ്. അവനോട് കളിയും ചിരിയും ഇടിയും സെൽഫി എടുക്കലും. ദേവിൻ്റെ അമ്മയുടെ ഇടയ്ക്കിടെയുള്ള കിച്ചുവിലേക്കുള്ള നോട്ടം അത്ര പന്തിയല്ല എന്ന് തോന്നിയ ഹാളു അവരെ തോണ്ടിയിട്ട് കണ്ണുകൊണ്ട് അങ്ങടേക്ക് നോക്കുവാൻ ആക്ഷൻ കാണിച്ചു. പക്ഷേ കിച്ചു അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പോഴാണ് സരസ്വതി സംസാരിച്ചു തുടങ്ങിയത്. കേട്ടോ നേത്രമോളുടെ അച്ഛമ്മ, ദേവിന് ഒരു അനിയത്തി കൂടെയുണ്ട് കേട്ടോ. അത് പറയാൻ മറന്നു. നിവേദ്യ. അവൾ ബാംഗ്ലൂർ MBA ചെയ്യുക, അതാണ് കൂടെയില്ലാത്ത. അയ്യയ്യോ, അത് ചോദിക്കാൻ മറന്നു. മോളപ്പോൾ വിവാഹത്തിനുണ്ടാവില്ലേ? ദേവിക അവരോടായി ചോദിച്ചു. തീർച്ചയായും ഉണ്ടാവും മമ്മ, അവൾ ഇപ്പോഴേ ലീവ് പറഞ്ഞു കാണും. ദേവാണ് അതിന് മറുപടി പറഞ്ഞത്. കിച്ചുമോള് നമ്മുടെ രുദ്രന് നല്ലോണം ചേരും അല്ലേ ഏട്ടാ? കാശിക്ക് കുറച്ചുകൂടെ പ്രായം കൂടുതലുള്ളതുകൊണ്ട് അവനേക്കാൾ ചേർച്ച രുദ്രനാവും, സരസ്വതി പരമേശ്വരനോട് പറഞ്ഞു. അല്ല, ആരാണ് ഈ രുദ്രനും കാശിയൊക്കെ? സേതുതെല്ല് സംശയത്തോടെ ചോദിച്ചു. കിച്ചു അവിടെ ഇഞ്ചി കടിച്ച കുരങ്ങിനെ പോലെ അവരുടെ മറുപടിക്കായി കാത്തിരിക്കുവാണ്. എന്നിട്ട് വേണമല്ലോ അടുത്ത മറുപടി പറയാൻ. ദേവി ഞെട്ടിയിരിക്കുവാണ്. അമ്മയിൽ നിന്നും ഇങ്ങനെയൊരു നീക്കം അവനും പ്രതീക്ഷിച്ചില്ല. നെച്ചു ദേവിനെ നോക്കി വേണ്ട എന്ന് തലയാട്ടുന്നുണ്ട്. അതെൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയുടെ മക്കളാണ്. ഉള്ളത് പറയാലോ നെച്ചുവിൻ്റെ അച്ഛ. എനിക്ക് എൻ്റെ മക്കളെക്കാൾ പ്രിയമാണ് അവരെ രണ്ടാളെയും. ഇളയവൻ രുദ്രപ്രയാഗ് എന്ന രുദ്രനും മൂത്തവൻ കാശിനാഥ് എന്ന കാശിയും. തങ്കപ്പെട്ട സ്വഭാവമാണ് രണ്ടാക്കും. പൊന്നുപോലെ നോക്കിക്കോളും കിച്ചുമോളെ, ഞാൻ ഉറപ്പ് തരാം. അവൾക്ക് പെൺകുട്ടിയോളെ ജീവനാ. എന്ത് പറയുന്നു സേതു? സരസ്വതി ചോദിച്ചു. അല്ല ആൻറ്റി, ഇതെന്താ ബാർട്ടർ സിസ്റ്റമാണോ? ഒന്ന് കൊടുത്ത് മറ്റൊന്ന് വാങ്ങുന്ന പരിപാടി? ഉള്ളിൽ ദേഷ്യമുണ്ടേലും ആരോണല്ലാതെ ആ മനസ്സിൽ മറ്റൊരാൾക്ക് സ്ഥാനമുണ്ടാവില്ലെന്ന് അറിയാവുന്ന കിച്ചുവിൻ്റെ ശബ്ദമുയർന്നു. കിച്ചു, ആരോടും എന്തും തോന്നിയാസം പറയാനായോ നിനക്ക്? മമ്മ അവളെ ശാസിച്ചു. സരസ്വതി അമ്മ ക്ഷമിക്കൂട്ടോ. മൂത്തവൾ ഒതുക്കത്തിൽ വളർന്നപ്പോൾ ഇളയവളെ അച്ഛൻ കാട് കയറ്റി വളർത്തി, അതിൻ്റെയാ. ഒന്നും തോന്നല്ലേ. അമ്മക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ? അല്ലേലും അവളൊന്ന് കണ്ടിട്ട് കൂടിയില്ലാത്ത ആളെ കൊണ്ട് കെട്ടിക്കാമെന്ന് പറഞ്ഞു ചെന്നാൽ അവളല്ല ആരായാലും ഇങ്ങനെ പറയൂ. നമ്മുടെ വീട്ടിലുള്ളവളും കണക്കാ. ദേവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു.
അത് ഞാനും ആലോചിച്ചില്ല കിച്ചുമോളെ. ചേച്ചിയും അനിയത്തിയും തൊട്ടടുത്ത് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചു. അത് സാരമില്ല. ഇങ്ങനെ തുള്ളിച്ചാടി സംസാരിക്കുന്ന ഒന്ന് എനിക്കും ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. സരസ്വതി ചിരിച്ചു. അല്ലേലും കിച്ചുവിനെ ഈ കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സേതുമാധവൻ ചെറു ചിരിയാലെ പറഞ്ഞു. കൂടി നിന്ന ആരും അത് ശ്രദ്ധിച്ചില്ലേലും ശിവ കറക്റ്റായിട്ട് അത് ശ്രദ്ധിച്ചിരുന്നു. ദേവും നമുക്കിനി കല്യാണത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കണ്ടേ? പരമേശ്വർ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു. ഞങ്ങൾക്ക് ഏറ്റവും അടുത്ത മുഹൂർത്താണേലും സമ്മതമാണ് കേട്ടോ. സരസ്വതി നെച്ചുവിൻ്റെ കവിളിൽ തലോടി. എന്നാൽ അടുത്ത മാസത്തേക്ക് നോക്കിയാലോ? ഇനിയിപ്പോൾ എൻഗേജ്മെൻറ്റിൻ്റെ ആവശ്യമില്ലല്ലോ, മമ്മ പറഞ്ഞു. ഉത്തമം, അച്ചച്ചൻ പറഞ്ഞു. എൻ്റെ ഈശ്വര, മിനിമം 1 വീക്കെങ്കിലും ലീവ് വേണം. ആ കാലമാടനോട് അടുത്ത മാസം ലീവ് എങ്ങനെ ചോദിക്കുമോ ആവോ? കിച്ചു ഹാളുവിനോട് പറഞ്ഞു. അല്ല, എന്താ അനിയത്തിമാരൊരു ചർച്ച? സന്തോഷമായില്ലേ? ചേച്ചിയുടെ കല്യാണം ആയില്ലേ? ആഹ്ലാദിപ്പിൻ. ദേവി തുള്ളിച്ചാടി. ഇങ്ങേർക്ക് ഭ്രാന്തായോ? കിച്ചുവും ഹാളുവും കണ്ണുമീച്ചു. അതല്ല ദേവട്ടാ, നമ്മുടെ കിച്ചു വർക്ക് ചെയ്യുന്ന ഓഫീസിലെ ബോസ് ഒരു തെണ്ടിയാണ്. ആ പന്നി അങ്ങേര് ലീവ് കൊടുക്കുമെന്ന് പറയായിരുന്നു, ഹാള് പറഞ്ഞു. അത് കേട്ട് കുടിച്ചുകൊണ്ടിരുന്ന ജ്യൂസ് ശിരസിൽ കയറി ദേവ് ചുമയ്ക്കാൻ തുടങ്ങി. എന്തു പറ്റി ദേവേട്ടാ? കിച്ചു തലയിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു. ഏയ്, നിന്റെ ബോസ് അത്രയ്ക്ക് ഭീകരനാണോ? നീ ഇങ്ങനെയൊക്കെ പറയാൻ? ആണോന്നോ? വെറും പിശാശി, കണ്ണിച്ചോരയില്ലാത്തവൻ. എന്നാൽ അങ്ങേരുടെ ചേട്ടനുണ്ട്, എന്താ തങ്കപ്പെട്ട സ്വഭാവമാണെന്നോ. അങ്ങേരുടെ പപ്പയും എന്ത് നല്ല മനുഷ്യനാ. ഇങ്ങേര് ഏത് വർഗത്തിൽ പോയോ ആവോ? എനിക്ക് കണ്ണെടുത്താ കണ്ടൂടാ. കിച്ചു പല്ലിഞ്ഞരിച്ചു. മോനെ ഷാരോണേ, ഇതുവരെ നടക്ക് പോകുന്ന ലക്ഷണം ഇല്ലടാ മോനെ. പെരുവഴിയാണെന്ന് തോന്നുന്നു, ദേവ് മനസ്സിൽ പറഞ്ഞു. കിച്ചുവിന് ഇത്രയും ദേഷ്യം അയാളോടുണ്ടാവൻ എന്താ കാരണം? ദേവ് ഒന്നറിയാത്ത പോലെ ചോദിച്ചു. അത് ദേവേട്ട, നമ്മുടെ കിച്ചുവിൻ്റെ പ്രാണനായി. ഹാള് ദേവനോട് പറഞ്ഞു തുടങ്ങിയപ്പോൾ കിച്ചു അവളുടെ വാപ്പൊത്തി. അതൊന്നുമില്ല ദേവേട്ട, ജാടയാ, വേറെ ഒന്നുമില്ല. അവൾ ഹാളുവിനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. അല്ല ഹാളു, എന്തോ പറയാൻ വന്നല്ലോ, അതെന്താ? അവൻ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോഴേക്കും നെച്ചുവും അവർക്കൊപ്പം എത്തി. അല്ല നെച്ചു, നമ്മുടെ കിച്ചൻ്റെ ബോസിനോട് കിച്ചുവിന് ഭയങ്കര ദേഷ്യമാണെന്ന്. അതെന്താന്ന് ചോദിച്ചിട്ട് അവൾ പറയുന്നില്ല. നിനക്കറിയോ? അത് അങ്ങേർക്ക് ഭയങ്കര ദേഷ്യമാണെന്ന് ഇവളോട്. ഇനി ദേഷ്യപ്പെട്ട് രണ്ടും ലൈനാവോ? ദേവ് ഒന്ന് ചൂണ്ടയിട്ടു. അതിന് ഞാനിനി രണ്ടാമത് ജനിക്കണം. അയാളെപ്പോലെ വാക്കിന് വ്യവസ്ഥയില്ലാത്ത ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അല്ല, നമ്മളെന്തിനാ ഇപ്പോൾ വല്ലെടുത്തിരിക്കുന്ന മാരണത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നേ? അങ്ങേരെവിടെയും പോവട്ടെ. കിച്ചു ഹാളുവിനെ കൂട്ടി മുകളിലേക്ക് നടന്നു. പറയുന്ന കേട്ടിട്ട് ഈ രുദ്രൻ ആള് പൊളിയാണെന്ന് തോന്നുന്നു കിച്ചു. നമുക്കൊന്ന് ആലോചിച്ചാലോ? ഹാളു അവളിൽ നിന്നും 2 അടി പിന്നിലേക്ക് മാറിക്കൊണ്ട് ചോദിച്ചു. എടി ഡാഷ് മോളെ, ഇനി വല്ലെടുത്തിരിക്കുന്ന ആ അങ്ങേരെ കൂടി എൻ്റെ തലയിൽ വെക്ക്. ഒരു ജാടത്തേണ്ടിയെ എങ്ങനെ അടക്കി നിർത്തുമെന്ന് ആലോചിച്ച് നടക്കുമ്പോഴാണ് അവളുടെ. കിച്ചു ഹാളുവിൻ്റെ കഴുത്തിന് പിടിച്ചു. ഞാൻ നല്ലൊരു കാര്യം പറഞ്ഞു തന്നപ്പോൾ പെണ്ണിന് പിടിക്കുന്നില്ല. പിന്നെ നീ ഇപ്പോൾ ദേവേട്ടനോട് പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് എനിക്ക് നന്നായി അറിയാൻ കിച്ചു. ആ മനസ്സ് എന്നേക്കാൾ നന്നായി മറ്റാർക്കും അറിയില്ല. നിന്റെ മനസ്സിൽ ഇപ്പോഴും അവനുണ്ട്. അവനെ അല്ലാതെ മറ്റാരെയും ആ സ്ഥാനത്ത് നിനക്ക് കാണാൻ പറ്റില്ല എന്നും അറിയാം. ഈ വഴക്കൊക്കെ ചുമ്മാ ജാടയല്ലേ? ഇതൊക്കെ തന്നെ അവൻ്റെ മനസ്സിലും കാണും. എന്തേലും പ്രോബ്ലം ഉണ്ടാവും അവനും. അല്ലാതെ നിന്നെ അറിയാത്ത പോലെ ബിഹേവ് ചെയ്യില്ലല്ലോ. ഹാളു കിച്ചുവിനെ ചേർത്ത് പിടിച്ചു. ഇല്ല ഹാളു, ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ്. ഇനിയും സങ്കടം പേര് നടക്കാൻ എൻ്റെ മനസ്സിന് ശക്തിയില്ല. കിച്ചു, നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ദേവേട്ടൻ്റെ അമ്മയോട് സേതു അങ്കിൾ പറഞ്ഞത് നിന്നെ ഈ കുടുംബത്തിൽ നിന്നും പുറത്തേക്ക് കൊടുക്കില്ല എന്ന്. അതിൻ്റെ മീനിങ് എന്താ? അത് ഞാൻ കേട്ടുവെങ്കിലും ശ്രദ്ധിച്ചില്ല. അതെന്താ അല്ലേ? എടി, ഇനി ശിവേട്ടനെ കൊണ്ടെങ്ങാനും നോവേ, നീ ഒന്ന് പോയേ മനുഷ്യനെ ആദ്യ പിടിപ്പിക്കാൻ. ഇനി അങ്ങനെ വല്ല മീനിങ് അച്ഛൻ കണ്ടു കാണുമോ? ഇതിപ്പോൾ ആദ്യം ആയല്ലോ. നമുക്ക് നോക്കാടി. ഇപ്പോൾ നീ വാ, അവർ ഇറങ്ങാൻ നേരായിട്ടുണ്ട്. അന്നത്തെ സംസാരവും കൂടിച്ചേരലും കഴിഞ്ഞ് ദേവനും ഫാമിലിയും യാത്ര തിരിച്ചു. നെച്ചുവിനെ ഇത്രയും സന്തോഷത്തിൽ മുമ്പെങ്ങും കണ്ടിട്ടില്ല. ജ്യോത്സ്യരെ കൊണ്ട് സമയം നോക്കിച്ചിട്ട് കല്യാണത്തിൻ്റെ ഡേറ്റ് അറിയിക്കാമെന്ന് സരസ്വതി അമ്മ പറഞ്ഞിരുന്നു. ഏതായാലും നെക്സ്റ്റ് മന്ത് ഉറപ്പാണ്. ഈശ്വര, ലീവിൻ്റെ കാര്യത്തിൽ ഒന്ന് സെറ്റാക്കി തരണേ ദേവരെ. അവൾ കണ്ണടച്ച് കൈ നെഞ്ചിൽ ചേർത്ത് വെച്ചു. തേവക്കൽ ആരോണിൻ്റെ റൂമിലാണ് മൂന്നും. അല്ല ഷാരു, നമ്മുടെ ചെക്കനെന്തേ ഇപ്പോൾ കാടും മലയൊന്നും കയറാൻ പോയി കാണുന്നില്ല? അല്ലേ 2 ദിവസത്തിൽ കൂടുതൽ വീട്ടിൽ നിൽക്കാത്തവൻ ഇപ്പോൾ ഓഫീസിൽ വരുന്നു, മീറ്റിങ്ങിൽ കോപ്പറേറ്റ് ചെയ്യുന്നു, കോളീഗ്സിനെ ശകാരിക്കുന്നു. അല്ല, ഈ ഇഷ്ടക്കൂടുതലുള്ളവരെ മിക്കവരും കൂടുതൽ വേദനിപ്പിക്കുമെന്ന് കേട്ടിട്ടുണ്ടേ. ശിവ, എന്തൊക്കെ കാണണം. മോനെ ദേവ, 2 കാലിൽ നടന്ന് വീട്ടിലേക്ക് പോകുന്നോ? ഞാൻ കാല് തല്ലിയൊടിച്ച് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോണോ? ആരോൺ അവനെ കനപ്പിച്ചൊന്ന് നോക്കി. എൻ്റെ പൊന്നോ, വേണ്ട, ഞാനൊന്നും പറഞ്ഞില്ല രാമനാരായണ.
ദേവ് ഷാരോണിൻ്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു. നീ അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചു കൂട്ടും. ഷാരോൺ ചിരിച്ചുകൊണ്ട് ലാപ്പിലെന്തോ കാര്യമായ തിരക്കിലാണ്. അല്ലട ദേവേട്ടാ, കുറച്ച് ദിവസമായിട്ട് ഇങ്ങോട്ട് കണ്ടേയില്ല. എന്തോ ഉഡായിപ്പാണല്ലോ മോനെ. ഉഡായിപ്പൊന്നും അല്ലട പുല്ലേ, ഒരു പെണ്ണ് കാണലുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ടെൻഷൻ. എന്നിട്ട് ഞങ്ങളാരും അറിഞ്ഞില്ല. അപ്പോൾ ഏതോ ഒരു ഹതഭാഗ്യ പെങ്കൊച്ചിൻ്റെ കഷ്ടകാലം തുടങ്ങുവാണ്. ഉവ്വ. എൻ്റെ പെണ്ണ് ആരാണെന്നറിയുമ്പോൾ ഒന്നുമില്ലേൽ ഇവൻ എന്നെ കൊല്ലും, അല്ലേൽ ലവൾ ക്ഷേത്ര എന്നെ തട്ടും. എന്തായാലും മരണം ഉറപ്പാ. രാത്രി ഏറെയായിട്ടും ഉറക്കം വരാതെ അവൾ ബെഡിൽ തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുമ്പോഴാണ് തൊട്ടരികിൽ എന്തോ ഒരു നിഴൽ രൂപം അവളെ തന്നെ നോക്കി നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നിയത്. ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റിട്ടും കണ്ണുകൾ ഇറുക്കെ തിരുമിയിട്ടും അവളുടെ കണ്ണുകളിൽ ആ രൂപം അതേപോലെ കാണുന്നുമുണ്ട്. കുറച്ചധികം സമയം അവൾ ശിലകണക്കെ അങ്ങനെ ഇരുന്നു പോയി. അതൊരു സ്ത്രീരൂപമാണെന്ന് തിരിച്ചറിയാവുന്ന രീതിയിലായിരുന്നു ആ മുടികളുടെ ചലനം വരെ. അത്രയും സമയം അവിടെങ്ങും ഇല്ലാത്തൊരു ചന്ദന തൈലത്തിൻ്റെ സുഗന്ധം അവളുടെ മുറിയാകെ പരന്നു. താഴെ നിന്നും ആരോ ഗോവണിപ്പടികൾ ധൃതിയിൽ കയറുന്ന ശബ്ദം അവൾക്ക് നന്നായി കേൾക്കാം. പെടുന്നനെ ആ നിഴൽ ഒരു പുകമയം പോലെ ഉയർന്ന് മച്ചിലേക്ക് മറഞ്ഞു. ഉണ്ണിമോളെ, അച്ചമ്മ കുറച്ച് വ്യഗ്രതയോടെ വിളിച്ചുകൊണ്ട് വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. അപ്പോഴും കിച്ചു അതേ ഇരിപ്പ് മച്ചിലേക്ക് നോക്കി അങ്ങനെ ഇരിക്കുവാണ്. എന്താ കുട്ടിയെ, അച്ചമ്മയുടെ കുട്ടി എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? പറയ്, അച്ചമ്മയോട് പറയ്. അച്ചമ്മയ്ക്ക് കിടന്നിട്ട് ഉറക്കം വരാതായപ്പോഴാണ് ഇങ്ങോട്ടേക്ക് ഓടി വന്നത്. എന്താടാ മോളെന്താകെ വിയർത്തല്ലോ? അച്ചമ്മ കിച്ചുവിൻ്റെ മുടിയിൽ തഴുകി. കിച്ചു അപ്പോഴും മറ്റൊരു സ്വപ്നത്തിലെന്ന പോലെ മച്ചിലേക്ക് കണ്ണു നട്ടിരിക്കുവാണ്. അച്ചമ്മ അവളുടെ മുടിയിൽ തഴുകിയപ്പോൾ അവളൊന്ന് ഞെട്ടി മതിലിനോട് ചേർന്നിരുന്നു. പിന്നീടത് അച്ചമ്മയാണെന്നറിഞ്ഞപ്പോൾ അവരുടെ മാറിലേക്ക് വീണുകൊണ്ടവൾ ഒന്ന് തേങ്ങി. അച്ചമ്മ, ആരോ ഒരു സ്ത്രീ ഇതാ അവിടെ മുടിയൊക്കെ വിടർത്തി, ഞാൻ കണ്ടു. അവളുടെ ശബ്ദം ഇടറിക്കൊണ്ട് പറഞ്ഞു. എന്നെ നോക്കി നിൽക്കുമായിരുന്നു. എനിക്ക് പിന്നെ അനങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അവരെന്തോ പറയാൻ വന്നതാണ്. ആരാണത്? എനിക്കറിയില്ല. അവൾ അച്ചമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു. എനിക്കറിയാം. ഇത്രയും നാൾ അവൾ കാത്തിരുന്ന ദിവസങ്ങളാണ് വന്നിരിക്കുന്നത്. ഇതിനാണ് അവൾ ഇത്രയും നാൾ നിശബ്ദത കൈവരിച്ചിരുന്നതെന്ന് എനിക്കേ അറിയൂ. അച്ചമ്മ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. ആരാ അച്ചമ്മ അത്? അച്ചമ്മക്ക് അറിയാമെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞു താ. കുറച്ചു വട്ടമായി ഞാൻ ശ്രദ്ധിക്കുന്നു ഈ റൂമിൽ ഏറെ വൈകിക്കഴിഞ്ഞ ഒരു ആളനക്കം. ഞാനധികം ശ്രദ്ധിക്കാതെ ഇരുന്നപ്പോൾ ദാ എൻ്റെ കൺമുന്നിൽ ഇങ്ങനെ ക്ലിയറായിട്ട് ഞാൻ കാണുന്നത് ഇതാദ്യമായാണ്. അച്ചമ്മ, ആരാണ്? എൻ്റെ തോന്നലല്ല, അതുറപ്പാണ്. കിച്ചു ചെറു പേടിയോടെ കണ്ണുകൾ നിറച്ചുകൊണ്ട് അച്ചമ്മയെ അമർത്തി കെട്ടിപ്പിടിച്ചു. ഞാൻ നിരീച്ചു അവളിനി അവളുടെ പകയുടെ ആക്കം കൂട്ടുമെന്ന്. ഇന്ന് തന്നെ ഇങ്ങനൊരു നീക്കം ഞാൻ പ്രതീക്ഷിച്ചില്ല. മേപ്പാടിനെ പോയി കാണാൻ സമയമായിട്ടുണ്ട്. അച്ചമ്മ അവളുടെ കവിളിൽ തഴുകി. അപ്പോൾ എന്തൊക്കെയോ ഉണ്ടെന്നുള്ളത് സത്യമാണ്. അതെന്താ? ഞങ്ങളോട് പറഞ്ഞാൽ. അതാരാണെന്ന് എനിക്കറിയണം. ഞാൻ കണ്ടത് ഒരു സ്ത്രീരൂപമാണ്. അച്ചമ്മ പറയൂ. അവൾ അച്ചമ്മയെ ഒന്ന് ചേർത്ത് പിടിച്ചു. നേരം കുറേയായി കുട്ടി. തേവരെ പ്രാർത്ഥിച്ച് കണ്ണടച്ച് കിടന്നോളൂ. ഞാനൊന്ന് പോയി കിടക്കട്ടെ. അച്ചമ്മ അവളെ കിടത്തി പുതപ്പിച്ചു കൊടുത്തിട്ട് റൂമിൽ നിന്നും ഇറങ്ങി. ആ രൂപമാണോ എല്ലാവരും പറയുന്ന ഈ പാർവതി അപ്പച്ചി? അവൾ റൂമിൽ നിന്നിറങ്ങിയ അച്ചമ്മയോട് ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു. എൻ്റെ തേവരെ, എന്തു തോന്നിയാസ ഉണ്ണിമോളെ ഈ പറയുന്നേ? ജീവിച്ചിരിക്കുന്ന ആൾ എങ്ങനെയാ കുട്ടി ജീവനോടെ വരുന്നത്? അച്ചമ്മ കണ്ണുകൾ തുടച്ചുകൊണ്ട് റൂമിലേക്ക് തിരികെ വന്നു കയറി. പാർവതി അപ്പച്ചി അപ്പോൾ ജീവനോടെ ഉണ്ടോ? അച്ചമ്മ, അപ്പോൾ അച്ഛ അന്ന് കിച്ചണിൽ വെച്ച് പറഞ്ഞില്ലേ മരിച്ചവരെക്കുറിച്ച് പറയണ്ടാന്ന്? അതെന്താ? കിച്ചു കിടന്നിടത്തു നിന്നും എഴുന്നേറ്റിരുന്നു. സേതുവിൻ്റെ മനസ്സിൽ അവൻ്റെ ഒപ്പോൾ മരിച്ചു. അതാണിപ്പോൾ അവൻ അങ്ങനെയൊക്കെ. അവൾ ഇവിടുന്ന് പടി ഇറങ്ങിയതിൻ്റെ അന്നവൻ ഉപേക്ഷിച്ചതാ അവൻ്റെ ഓപ്പോളെ. അച്ചമ്മ കണ്ണുകൾ തുടച്ചു. സോറി അച്ചമ്മ, ഞാൻ അറിയാതെ. അവൾ അച്ചമ്മയെ കയ്യിൽ പിടിച്ചു ബെഡിലേക്കിരുത്തി. ഉണ്ണിമോളെ, അവൾ പാർവതി, എൻ്റെ പാറൂട്ടി. 4 ആങ്ങളമാർക്ക് ഒരു പെങ്ങൾ. അച്ചമ്മ അത്രയും പറഞ്ഞപ്പോൾ ഡോറിൽ നിന്നും ഒരു ശബ്ദം. അല്ല, അച്ചമ്മയും മോളും ഉറങ്ങിയില്ലേ? ഹാള് മൊബൈലിൽ കുത്തിക്കൊണ്ട് റൂമിലേക്ക് കയറി. ഇനിയിപ്പോൾ രണ്ടാളും കൂടെ ഒരുമിച്ച് കിടന്നോളൂ. അച്ചമ്മ ഒന്ന് കിടക്കട്ടെ. അച്ചമ്മ ബെഡിൽ നിന്നും എഴുന്നേറ്റു. ഹലോ, ഞാൻ വന്നത് കൊണ്ടാണോ പാർവതി അപ്പച്ചിയുടെ കാര്യം നിർത്തിയേ? പറഞ്ഞോ. എനിക്ക് ഏകദേശം കഥകളൊക്കെ അറിയാം. എന്നാലും അച്ചമ്മ പറയ്. അമ്പടി പട്ടി, ഞങ്ങൾ സംസാരിക്കുന്നത് ഒളിഞ്ഞു കേട്ടു അല്ലേടി? കിച്ചു ഹാളുവിനെ നോക്കി കൊഞ്ഞനം കുത്തി. ഈ അച്ചമ്മ പറയ്. കുറച്ചൊക്കെ അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്താണെന്നോ ഏതാണെന്നോ പറഞ്ഞില്ല. ഹാളു ചുണ്ടു പിളർത്തി. ഇതൊക്കെ ഇവിടെ സംസാരിച്ച് ഇവിടെ കുഴിച്ചു മൂടിയിരിക്കണം. ഈ മുറിക്ക് പുറത്ത് ആരോടും പറയണ്ട കേട്ടല്ലോ. പ്രത്യേകിച്ച് ഉണ്ണിമോളുടെ അച്ഛനറിഞ്ഞാൽ ഭൂകമ്പം നടക്കും. അതാണ്. അച്ചമ്മ വാതിൽ ചെന്ന് ചാരിക്കൊണ്ട് ബെഡിൻ്റെ അടുത്തുള്ള ചെയറിൽ വന്നിരുന്നു കൊണ്ട് പറഞ്ഞു. അതൊന്നും പറയില്ല അച്ചമ്മ, വാ. ക്യൂരിയോസിറ്റി എനിക്ക് ലേശം കൂടുതലാണ്. ഹാളു അച്ചമ്മയുടെ കവിളിൽ പിടിച്ചു. കുറച്ചു നേരം അവർ ജനൽ കമ്പികൾക്കിടയിലൂടെ നിലാവെളിച്ചം ആ മുറിയിലേക്ക് അരിച്ചു കയറുന്നത് നോക്കി അങ്ങനെയിരുന്നു. കൺകോണിലെ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി.
എൻ്റെ പാറു. സേതുവിൻ്റെ ഓപ്പോൾ. മുട്ടുവരെ നീളത്തിൽ ഇടതൂർന്ന മുടിയും ചന്ദനം കടഞ്ഞെടുത്ത മേനിയും മുല്ലമൊട്ട് തോൽക്കും പല്ലുകളും ചെറുമാൻപേട മിഴികളുമുള്ള എൻ്റെ ഒരേയൊരു മകൾ. കിച്ചുവിൻ്റെ തനിപ്പകർപ്പ്. എന്തിനും ഏതിനും അവൻ ആദ്യം ഓടിയെത്തുന്നത് അവൾക്കരികിലായിരുന്നു. കുഞ്ഞുനാൾ മുതൽ എന്നേക്കാൾ കൂടുതൽ അവനെ അടുത്തറിഞ്ഞതും അവൻ്റെ കാര്യങ്ങൾ നോക്കിയിരുന്നതും പാറുവാണ്. ദൈവനിയോഗം പോലെ സേതുവിൻ്റെ പെൺകുഞ്ഞിനും നിന്റെ മുഖഛായ വന്നപ്പോൾ ആദ്യം ഞങ്ങൾ എല്ലാവരും നിരീക്ഷിച്ചത് അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷമാണെന്നാണ്. പക്ഷെ പലപ്പോഴും പലരായും ഉണ്ണിമോൾ പാറുവിൻ്റെ മുഖഛായയാണെന്ന് പറയുമ്പോഴുള്ള അവൻ്റെ കണ്ണിലെ കനൽ ഞാൻ നോക്കി കാണുമായിരുന്നു.